പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന സമാധാനം, സംതൃപ്തി, ലഹരി അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകി മറ്റൊന്നിലേക്കും വഴിതെറ്റി പോകാതെ ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ ദൈവത്തിന്റെ സഹായവും സ്വർഗത്തിന്റെ സംരക്ഷണവും അനുഭവിച്ച് അതിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ദേവസ്വ പിതാവേ, ഉണ്ണീശോയെ തിരുക്കുടുംബത്തിന്റെ വലിയ സാന്നിധ്യത്തിൽ കൃപയിൽ വളരുവാൻ, ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. അതിനായി മാതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ശക്തമായ ഇടപെടല് അനേക മക്കളുടെ കണ്ണുനീരിന്റെയും നിലവിളിയുടെയും നൊമ്പരത്തിന്റെയും വലിയ നിയോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുന്നുണ്ട്. അനേക മക്കൾ പറയുന്നുണ്ട് മാറ്റങ്ങളും ഒത്തിരി അത്ഭുതങ്ങളും ഒക്കെ. അതുകൊണ്ട് നിരന്തരം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നിരന്തരം നമ്മുടെ മക്കളെ നശിപ്പിക്കാനും തകർക്കാനും തിന്മയുടെ സ്വാധീനങ്ങൾ, പൈശാചിക ശക്തികൾ അതിപ്രബലമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മടുക്കാതെ, തളരാതെ നിരന്തരം എന്ന പോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നമ്മുടെ മക്കൾ പെട്ടുപോകുന്ന അവസ്ഥകളാണ്. നമുക്കറിയാം, ഇന്ന് ലഹരി എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയേണ്ട കാര്യമില്ല, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. എവിടെ ചെന്നാലും ലഹരിയുടെ വലിയൊരു നീരാളിപ്പിടുത്തം നമ്മുടെ മക്കളുടെ മേൽ കടന്നു വരുന്നത്. കോളേജിൽ പോയാലും, സ്കൂളിൽ പോയാലും, പുറത്തു പോയാലും, കൂട്ടുകെട്ടിന്റെ പിന്നാലെ പോയാലും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പബ്, ബാറ്, പല പല മേഖലകൾ, ഇതിലൊക്കെ പൈശാചികമായ ലഹരിയുടെ മേഖല അതിശക്തമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ലഹരി വേണം, അത് അത്യാവശ്യമാണ്. പക്ഷെ ഈ ലഹരിയുടെ മേഖലയില് വഴിപിഴപ്പിക്കുന്ന ലഹരികൾ, മദ്യത്തിന്റെ, കഞ്ചാവിന്റെ, പിന്നെ എന്താ പറയാ, ഒത്തിരി കാര്യങ്ങൾ. ഇന്നെന്ന് പറഞ്ഞ ലഹരി എന്ന് പറഞ്ഞാൽ വേറെ ഒരു വലിയൊരു മേഖലയാണ്. ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച മതി ലഹരി, ചില നാവിന്റെ അടിയിൽ വെച്ച മതി ലഹരി, ഇഞ്ചക്ഷൻ. അതോടൊപ്പം തന്നെ പല 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 പേരുകളില് പല പല കാര്യങ്ങൾ നമ്മളൊക്കെ വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, അനേക മക്കൾ പങ്കുവയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ഈ പ്രലോഭനത്തിന്റെ മേഖല ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ മക്കളെ നശിപ്പിക്കാനും വീഴ്ത്താനും വേണ്ടി ചില വിഭാഗങ്ങള്, ചില സമൂഹങ്ങള് അതിനുവേണ്ടി തന്നെ ഫ്രീ ആയിട്ട് ലഹരി എത്തിച്ചു കൊടുക്കുക, സാധ്യതകൾ ഒരുക്കി കൊടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചില വശീകരണമായ പൈശാചിക ശക്തികൾ ഉപയോഗിക്കുക. ഇതൊക്കെ ഇന്ന് അതിശക്തമായിട്ടും പ്രബലമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലഹരിയുടെ ആ വലിയ അടിമത്തൽ വീണു പോകാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ വീണുപോയ മക്കളുണ്ട്. വേദനയോടെ പറയട്ടെ, മക്കളെ, വീണുപോയ മക്കളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അനേക മക്കൾ അച്ഛനെ വീണുപോയി, വിട്ടുപോയി, രക്ഷപ്പെടുന്ന ആഗ്രഹിച്ചിട്ട് പോലും പറ്റണില്ല, അഡിക്റ്റഡ് ആയി പോയ മക്കൾ. തീർച്ചയായിട്ടും മക്കൾക്ക് വേണ്ടി ശക്തമായിട്ടെന്ന പോലെ എങ്ങനെയാ അച്ഛൻ പറയാ, അതുപോലെ പ്രാർത്ഥിക്കും. അവർക്ക് ആ മനസ്സിന് കിട്ടില്ല, അവിടെ ബുദ്ധി പോയി. ഇനി ആര് പറഞ്ഞാലും മനസ്സിലാവത്തില്ല, അവർ തന്നെ വിചാരിച്ചാൽ പോലും പറ്റണില്ല. അതിന് സാധിക്കണമെങ്കിൽ അതുപോലെ ദൈവിക ശക്തി നിറയണം. അവര് മരുന്ന് കഴിക്കാൻ വേണ്ടി അവരൊരുങ്ങണം, അതിനുവേണ്ടി മനസ്സ് കാണിക്കണം. അല്ലാതെ ആർക്കും അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ദൈവത്തിന്റെ ശക്തമായ ഇടപെടല്, അതല്ല പറഞ്ഞ ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു. സ്വന്തം പാപത്തിന്റെ വലയിൽ അവൻ കുരുങ്ങുന്നു. കെണിപ്പെട്ടാൽ, വലയിൽ കുരുങ്ങിയ പിന്നെ ആ വീണ കുരുങ്ങിയ ജീവിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതിന് പുറമേ നിന്ന് സഹായം വേണം. ആ കെണി തകർത്ത് ആ വല പൊട്ടിച്ച് അതിനെ രക്ഷിക്കാൻ കർത്താവിനല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ഈ ലോകത്തില് ഒരു മനുഷ്യനും സാധിക്കത്തില്ല.
വരുന്നതിനൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദിവ്യകാല സന്നദ്ധിയില് ലഹരിയുടെ അടിമതി വിട്ടുപോയ മക്കളെ കർത്താവെ മോചിപ്പിക്കണമേ എന്ന് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ വീണ് പോകാത്ത മക്കൾ വീണ് പോകാതിരിക്കാൻ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പറയാറില്ലേ, അവോയ്ഡ് ദ ഫസ്റ്റ് പെഗ്, ആദ്യത്തെ പെഗ് മദ്യം ഉപേക്ഷിക്കുക. അത് പെട്ട പിന്നുണ്ടല്ലോ, അത് പിന്നെ ആ ഒരു വലിയ അടിമത്തിലേക്ക് പോകും. അതുകൊണ്ട് വഴിതെറ്റി പോകാതിരിക്കാൻ ലഹരി ഉണ്ടെന്നറിയാം. നമ്മുടെ മക്കളറിയാം ലഹരിയാണ്, നശിപ്പിക്കത്തുള്ളൂ, തകർക്കത്തേ ഉള്ളൂ. അത് അറിഞ്ഞ് നമ്മുടെ മക്കൾ ബോധപൂർവം ആ ലഹരിയെ ഉപേക്ഷിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങള്, പ്രേരണകള്, ബന്ധങ്ങള് വിട്ടുപേക്ഷിക്കാനും എന്തുണ്ടായാലും കർത്താവാകുന്ന ലഹരി, എന്റെ കർത്താവാണ് ലഹരി. നമുക്ക് ലഹരി വേണം. അച്ഛൻ പറഞ്ഞില്ലേ, ലഹരി വേണം. ആ ലഹരി നഷ്ടപ്പെട്ടു പോയാൽ ആ ലഹരി വീണ്ടും തരാൻ ആർക്കാ പറ്റൂ? ഈശോയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക്, യൗസേപ്പ് പിതാവിന്, സ്വർഗത്തിന്, അതിസ്വാഭാവികമായ കൃപകൾക്ക്, പരിശുദ്ധാത്മാവിന്റെ സമാധാനം, സന്തോഷം, സംതൃപ്തി, ഇതിനൊക്കെ പറ്റുള്ളൂ. വേറെ എവിടെ പോയാലും ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള് സന്തോഷത്തിന് വേണ്ടിയ, സമാധാനത്തിന് വേണ്ടിയ, ആശ്വാസത്തിന് വേണ്ടിയ, സംതൃപ്തിക്ക് വേണ്ടിയ, ഒരു സുഖത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. പക്ഷെ ഒന്നുമില്ല, കിട്ടത്തില്ല. അതുകൊണ്ട് ആ ലഹരിക്ക് വേണ്ടി ഓടി അണയുമ്പോ യഥാർത്ഥ ലഹരിയായ ദൈവത്തിലേക്ക് എടുക്കാനും ഇത് നാശത്തിലേക്ക് നയിക്കത്തുള്ളൂ. ആരോഗ്യത്തിന് ഹാനികരമാണ്. കുടുംബത്തെ, ജോലിയെ, വളർച്ചയെ എല്ലാം നശിപ്പിക്കുന്നതാണ് ലഹരി എന്ന് അറിഞ്ഞ് അതിനെ വിട്ടുപേക്ഷിക്കാനുള്ള കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. വീണുപോയ മക്കൾ മോചനം പ്രാപിക്കണം. എല്ലാ മേഖലകൾക്കും വേണ്ടി, ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അവസ്ഥകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാല സന്നദ്ധിയില് നമ്മുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കാം. വീണുപോയ മക്കളെ ഉയർത്തിയെടുക്കാം. കർത്താവ് എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യകാല സന്നദ്ധിയില് പ്രത്യേകമാവിധത്തില് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ കർത്താവിന്റെ വലിയ കരുണയും ശക്തമായ ഇടപെടലും ഭക്ഷിക്കപ്പെടാനും നിറയപ്പെടാനും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ, ഒതുങ്ങി പിടിക്കട്ടെ, വിടുതൽ നൽകി, മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യാനീശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും ഓർത്ത് ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സ്നേഹിക്കുന്നു. നമ്മുടെ കുറവുകളോടും ബലഹീനതകളോടും കൂടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ വലിയ സംരക്ഷണം, വലിയ തിരിച്ചറിവ് അങ്ങ് നൽകി അനുഗ്രഹിക്കണം. അതിൽ പെട്ടുപോകാതെ ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കണമേ. കർത്താവേ, അങ്ങാണ് ലഹരി. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സംതൃപ്തിയുടെ, അംഗീകാരത്തിന്റെ, സൗഹൃദത്തിന്റെ എല്ലാ ലഹരിയും അങ്ങയിലുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകാൻ അങ്ങേക്ക് സാധിക്കും. ഈശോയെ, ഞങ്ങൾക്ക് ലഭിക്കാതെ പോയത് തേടി പോകുമ്പോഴാണല്ലോ പല മക്കളും ലഹരിയുടെ പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് അങ്ങയിൽ ആശ്രയം കണ്ടെത്തി അതോടൊപ്പം തന്നെ ഈ ലഹരി നശിപ്പിക്കത്തുള്ളൂ, തകർത്ത് കളയത്തുള്ളൂ, ജീവിതം നശിപ്പിക്കത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നൽകി ലഹരിയിലേക്ക് നമ്മൾ അടിമപ്പെട്ടു പോകാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, യുവമക്കളെ അവിടുന്ന് അങ്ങയോട് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പ്രലോഭനങ്ങള്, സാഹചര്യങ്ങള്, കൂട്ടുകെട്ടുകള്, അതിനുള്ള വിളികൾ വരുമ്പോ അത് അപകടം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ മക്കൾ അങ്ങയോട് ചേർന്ന് നിൽക്കട്ടെ. ആ ലഹരിയിൽ നിന്നൊക്കെ വേർപെട്ട് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, മദ്യപാനത്തിന്, കഞ്ചാവിന്, മറ്റു പല 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 ലഹരിയുടെ ആഴങ്ങളിലേക്ക് പോയ മക്കളുണ്ട്. രക്ഷപ്പെടാൻ പറ്റാത്ത വിധം വീണുപോയ മക്കള്, ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള മക്കള്, കർത്താവേ, അതിൽ കെണിപ്പെട്ടുപോയ മക്കള്, അങ്ങനെയുള്ള മക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങേക്കല്ലാതെ വേറെ ആർക്ക് സാധിക്കത്തില്ല. അവർക്ക് വേണ്ട ആരോഗ്യം, സൗഖ്യം, വിടുതൽ, പൈശാചിക ശക്തി മോചനം നൽകി ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വശീകരണ ശക്തികള്, ആസക്തികള്, ദുശീലങ്ങള് എല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണം. അക്കെണിയിൽ നിന്ന്, ആ വലയിൽ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ, വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട്
പല പല കോംപ്രമൈസുകൾക്ക് പോയ മക്കൾ സ്വന്തം ശരീരവും ജീവിതവും പഠനവും എല്ലാം കോംപ്രമൈസ് ചെയ്തു. ലഹരിക്ക് വേണ്ടി ജീവിതം തന്നെ പാഴായി പോയ മക്കള്, അതുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുന്ന മക്കള്, ഡി അഡിക്ഷൻ സെന്ററിൽ കിടക്കുന്ന മക്കള്, മാനസികമായി തകർന്നു പോയ മക്കള്, എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ സൗഖ്യത്തിനായി, അങ്ങയുടെ കരുണയ്ക്കായി, അങ്ങയുടെ വിടുതലിനായി, ഞങ്ങളുടെ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും എളിമയോടും കണ്ണുനീരോടും വലിയ ദാഹത്തോടും കൂടെ നമ്മുടെ മക്കളുടെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലഹരിപ്പെടാത്ത മക്കൾ അതിൽ പെട്ടുപോകാതിരിക്കാനും, പെട്ടുപോയ മക്കൾ മോചനം പ്രാപിക്കാനും കർത്താവേ കരുണയായിരിക്കണം. അങ്ങയെ തന്നെ നൽകി സൗഹൃദവും സ്നേഹവും എല്ലാ ലഹരിയും നൽകി സംതൃപ്തിയിലേക്ക് ഞങ്ങളുടെ മക്കളെ നയിക്കണം. മറ്റൊന്നിലേക്കും ഞങ്ങളുടെ മക്കൾ പോകാതിരിക്കട്ടെ. വീണുപോയ മക്കളെ തിരിച്ചറിവോടെ തിരിച്ച് കൊണ്ടുവരണമേ കർത്താവേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ മക്കൾ തിരിച്ചു വരട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ കൃപ ചൊരിയണമേ. ലഹരിയാൽ, സന്തോഷത്താൽ, സ്നേഹത്താൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി. കർത്താവായ ഈശോയെ, അങ്ങയുടെ സമാധാന, സന്തോഷം, സംതൃപ്തി, അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന സ്നേഹം, സൗഹൃദം ലഹരിയായിട്ട് ഞങ്ങളുടെ മക്കളിലേക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്ന് പ്രവഹിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ സംതൃപ്തി അടഞ്ഞ് മറ്റൊരു ലഹരിക്ക് പോകാത്ത വിധത്തിലുള്ള ദൈവിക ശക്തിയാൽ നിറയപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ. വീണുപോയ മക്കളിലേക്കും വീഴാത്ത മക്കളിലേക്കും ആ ശക്തി നിറഞ്ഞ് ലഹരിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ, ലഹരിയിൽ പെടാതെ ജീവിക്കാൻ കൃപ, അഭിഷേകം, ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഈശോയെ, ഈശോയെ നന്ദി. കർത്താവേ അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ, മോചിപ്പിക്കണമേ. കർത്താവേ സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ. ഞങ്ങളുടെ മക്കൾ മോചനം പ്രാപിക്കട്ടെ. ഈശോയെ